ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സഫ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളത് അതുപോലത്തെ ജാസ്മിൻ ബെഡ്സ് വെച്ചിട്ടുള്ള ഹെയർ പിൻസുകളാണ് കേട്ടോ കാണിക്കുന്നത്. അലിഗേറ്റർ ക്ലിപ്സാണ്. അതിൽ ബീഡ്സൊക്കെ അങ്ങനെ വെച്ചിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ജാസ്മിൻ്റെ ബീഡ്സ് എടുത്തിട്ടുണ്ട്, പോളൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ 3mm താഴെയുള്ള ബീഡ്സുകൾ എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഗിയർ വയറാണ്. നമുക്ക് ഈ ബീഡ്സുകളും നമ്മുടെ ഗിയർ വയറിലോട്ട് ഇതുപോലെ ഒന്ന് കോർത്തെടുക്കാം. നമുക്ക് ഒരു അലിഗേറ്റർ ക്ലിപ്പിന് വേണ്ട കൃത്യമായ ബീഡ്സ്, ഈ ഒരു വലുപ്പത്തിലുള്ള ബീഡ്സ് ആണെങ്കിൽ 25 ബീഡ്സ് വേണം കേട്ടോ ഒരു അലിഗേറ്റർ ക്ലിപ്പിന്. അത് നമുക്കിതതുപോലെ നമ്മുടെ ഗിയർ വയറിലോട്ട് കോർത്തെടുക്കാം. അതുപോലെ ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. നമുക്ക് അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് നമുക്കിത് എത്ര വലിപ്പമാണ് വേണ്ടത് വെച്ചാൽ അത് ഇതവിടെ ഈ സൈഡിൽ ഇതുപോലെ ഒന്ന് അളന്നെടുക്കുക. നമുക്കിതിൻ്റെ സെൻറ്ററിലോട്ട് ഇതുപോലത്തെ 5 ബീഡ്സുകളാണ് കേട്ടോ ഞാൻ കോർത്ത് കൊടുക്കുന്നത്. 5 ബീഡ്സ് ഇതുപോലെ കോർത്തെടുത്ത് ഒരു ഫ്ലവർ ഷേപ്പിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതതുപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വീണ്ടും വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മുടെ ഗിയർ വയർ ഇതുപോലെ ഒന്ന് വളച്ചിട്ട് വീണ്ടും നമുക്ക് 5 ബീഡ്സ് ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വീണ്ടും നമുക്ക് അതുപോലെ ടെസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. വീണ്ടും നമ്മുടെ ഈ 2 കമ്പിയും കൂടി ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ ആദ്യം ചെയ്തതുപോലെ 5 ബീഡ്സ് എടുത്തിട്ട് ഇതുപോലെ ടെസ്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റും ഒരെണ്ണം കൂടിയും ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു ഹെയർ പിന്നിന് വേണ്ട ഒരു പെറ്റിൽ റെഡി ആയിട്ടോ. നമുക്ക് അടുത്ത പെറ്റിൽ ഉണ്ടാക്കിയെടുക്കാം. അത് അതുപോലെ തന്നെ ഇട്ട് ചെയ്യുന്നത്. അതുപോലെ വളച്ചെടുക്കുക. നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് വെച്ചാൽ അവിടെ വെച്ചിട്ട് നമ്മുടെ ബീഡ്സ് ഇട്ട് ടെസ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഓപ്പോസിറ്റായിട്ടൊക്കെ ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ രണ്ടാമത്തെ പെറ്റൽസ് ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പിന്നിന് വേണ്ട 2 പെറ്റൽസ് ഇവിടെ റെഡി ആയിട്ടോ. ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് ആവശ്യമൊരു ഫെൽറ്റ് ഷീറ്റാണ്, അല്ലെങ്കിൽ നമുക്ക് ക്യാൻവാസ് പേപ്പർ എടുക്കാം. പിന്നെ നമുക്ക് ജാസ്മിൻ ബെഡ്സ് എടുത്തിട്ട് അതിൻ്റെ തണ്ട് ഭാഗം അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് അതുപോലെ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഫെൽറ്റ് ഷീറ്റിൽ നമ്മുടെ ജാസ്മിൻ ബെഡ്സ് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. അത് നമുക്ക് നമ്മുടെ ബീഡ്സ് കൊണ്ട് തയ്യാറാക്കിച്ച പെറ്റൽസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ ജാസ്മിൻ ബെഡ്സും ഓരോന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ, റൗണ്ട് ഷേപ്പിൽ.
അതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ജാസ്മിൻ ബഡ്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ പോളൻ ഒട്ടിച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പോളനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു പോളൻ്റെ ബെഞ്ച് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അലിഗേറ്ററിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാൻ വീണ്ടും ഇതുപോലത്തെ ഒരു ഫെൽറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അലിഗേറ്ററിൻ്റെ ഉൾവശത്തായിട്ട് ഇതുപോലെ ഗം അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ ഫ്ലവർ കൂടി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി മുല്ലമുട്ട് വെച്ചിട്ടുള്ള ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇനി വിഷു, ഓണം അങ്ങനത്തെ ഫങ്ഷൻസൊക്കെ വരില്ലേ, അപ്പോൾ എല്ലാവർക്കും നല്ല ഉപകാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്കതിൽ ഏത് കളറാണ് കൂടുതൽ ഇഷ്ടമായിച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി ഇതെനിക്ക് ഓർഡർ കിട്ടിയ കുറച്ച് വർക്കാണ് കേട്ടോ. ഇനി അപ്പോൾ അതിൻ്റെ ഒരു ഹെയർ ബോ കൂടി എൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. ഇതുപോലെ 2 സൈഡിൽ വെച്ചിട്ടുള്ള ഒരു ഹെയർ ബോ ആണ് കേട്ടോ വേണ്ടത്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്ന കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.